നമസ്കാരം. 10 ദിവസങ്ങൾക്ക് മുമ്പ് വിഭജികയും മകൾ വൈഭവിയും, ഇപ്പോൾ അതുല്യ. ഒരേ ജില്ലക്കാരായ 2 യുവതികൾ. മരണത്തിൽ പോലും സമാനത. ഭർത്താവിൻ്റെ ക്രൂരതയിൽ ഇരുവരും ജീവനൊടുക്കി. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നു. 3 മരണങ്ങൾ സൃഷ്ടിച്ച ആഘാതത്തിലാണ് ഗൾഫിലെ മലയാളികൾ. കൊല്ലം സ്വദേശി അതുല്യയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സ്ഥിരം മദ്യപാനിയായ ഭർത്താവ് അതുല്യയെ ക്രൂരമായി മർദ്ദിക്കുന്നത് പതിവെന്ന് കുടുംബം ആരോപിക്കുന്നു. ആത്മഹത്യയ്ക്ക് ആഴ്ചകൾക്ക് മുമ്പ് തന്റെ യാതന തുറന്നു കാണിക്കുന്ന ദൃശ്യങ്ങൾ അതുല്യ സുഹൃത്തിന് അയച്ചു നൽകിയിരുന്നു. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യയുടെ ഭർത്താവിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെയാണ് കുടുംബം പരാതി നൽകിയത്. ഭർത്താവിൽ നിന്ന് അതുല്യ ക്രൂരപീഡനം അനുഭവിച്ചിരുന്നതായി കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു. സതീഷും അതുല്യയും ഷാർജയിൽ താമസിച്ചു വന്നിരുന്ന വീട്ടിലാണ് അതുല്യയെ ശനിയാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ശനിയാഴ്ച അതുല്യയുടെ പിറന്നാൾ ദിവസം കൂടിയാണ്. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അതുല്യ സഹോദരിക്ക് അയച്ചു നൽകിയിരുന്നു. താൻ ആ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ ബന്ധുക്കൾ അറിയണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവ അയച്ചു നൽകിയത്. ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. വളരെ ക്രൂരമായാണ് സതീഷ് അതുല്യയോട് പെരുമാറിയിരുന്നതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ചില വീഡിയോകളിൽ അതുല്യ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം. വിവാഹം കഴിഞ്ഞ സമയം മുതൽ പ്രശ്നങ്ങളായിരുന്നുവെന്ന് അതുല്യയുടെ സുഹൃത്ത് പറയുന്നു. അതുല്യയുടെ 18-ാം വയസ്സിലായിരുന്നു വിവാഹം. വഴക്കിന് ശേഷം സതീഷ് പലപ്പോഴും മാപ്പ് പറഞ്ഞ് പ്രശ്നങ്ങൾ രമ്യതയിലെത്തിക്കുന്നതായിരുന്നു പതിവ്. അതുല്യയ്ക്ക് സതീഷിനോട് വലിയ സ്നേഹമായിരുന്നുവെന്നും സുഹൃത്ത് പറയുന്നു. അതുല്യയുടെ വീട്ടുകാർ പലപ്പോഴും ബന്ധമൊഴിയാൻ പറഞ്ഞിരുന്നുവെങ്കിലും സതീഷ് മാപ്പ് പറഞ്ഞ് സമീപിക്കുന്നതോടെ അതുല്യ അയാളോടൊപ്പം പോവുകയായിരുന്നുവെന്നും സുഹൃത്ത് കൂട്ടിച്ചേർത്തു. സതീഷിന് മദ്യപാനം പതിവായിരുന്നു. സതീഷും അതുല്യയും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ടായിരുന്നതായും ഇത് സതീഷിന് പ്രശ്നമായിരുന്നതായും സുഹൃത്ത് പറഞ്ഞു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1 വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു. ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു യുവതി. ദുബായിലെ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരനാണ് സതീഷ്. ദമ്പതികളുടെ ഏക മകൾ ആരാധിക, അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള, മാതാവ് തുളസിഭായ് പിള്ള എന്നിവരുടെ കൂടെ നാട്ടിലെ സ്കൂളിൽ പഠിക്കുകയാണ്. ഇന്നലെ അതുല്യ പുതിയ ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. ഇതിനിടയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ ഫ്ളാറ്റിൽ കണ്ടെത്തുന്നത്. ഇതേ ദിവസം തന്നെ അതുല്യ ആത്മഹത്യ ചെയ്യുമെന്ന് ബന്ധുക്കൾ വിശ്വസിക്കുന്നില്ല. 1.5 വർഷം മുൻപാണ് ഷാർജയിലേക്ക് അതുല്യ സതീഷ് കൊണ്ടുപോകുന്നത്. എന്നാൽ വിദേശത്തെത്തിയതോടെ സതീഷിന്റെ സ്വഭാവം മാറുകയായിരുന്നുവെന്ന് അതുല്യയുടെ ബന്ധുക്കൾ പറയുന്നു. സമാനതകളില്ലാത്ത ഭർത്തൃപീഡനമാണ് അതുല്യ അനുഭവിച്ചുകൊണ്ടിരുന്നത്. 24 മണിക്കൂറും വീട്ടിൽ പൂട്ടിയിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്രൂരമായ മർദ്ദനമാണ് അതുല്യ ഏറ്റുവാങ്ങിയിരുന്നത്. മകളെ ഓർത്ത് താൻ ജീവിക്കുകയാണെന്നായിരുന്നു അതുല്യ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് അതുല്യയ്ക്ക് ജോലി ലഭിക്കുന്നത്. എന്നാൽ അതുല്യയെ ജോലിക്ക് വിടാൻ സതീഷിന് താല്പര്യമില്ലായിരുന്നു. ഒരു സൈക്കോയെ പോലെ സതീഷ് പെരുമാറുന്നുവെന്ന് ബന്ധുക്കളെ അതുല്യ അറിയിച്ചിരുന്നു. താൻ മകളെ ഓർത്ത് മരിക്കില്ലെന്ന് ആവർത്തിച്ച അതുല്യ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം തന്നെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്ന് അതുല്യ ബന്ധുവിനോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ അതുല്യ തൂങ്ങി മരിച്ച വിവരമാണ് ബന്ധുക്കൾ അറിയുന്നത്. 10 ദിവസം മുൻപാണ് ഷാർജ അൽ നഹ്ദയിലെ താമസ ഇടത്തിൽ കൊല്ലം കൊറ്റപുരം കേരളൂര സ്വദേശിനി രജിത ഭവനിൽ വിഭജിക മണിയനെയും മകൾ വൈഭവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ആത്മഹത്യ ചെയ്തതാണെന്ന് പിന്നീട് ഷാർജ പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. പ്രവാസികളെ വേദനയിലാഴ്ത്തിയ ഈ 2 മരണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഷാർജയിലെ റോളയിൽ മറ്റൊരു കൊല്ലം സ്വദേശിനിയായ അതുല്യ ശേഖർ എന്ന യുവതി കൂടി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത്. അതുല്യയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഇടപെടൽ നടത്തുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അധികൃതർ പറഞ്ഞു. അതിനാൽ നിയമ നടപടികൾ പൂർത്തിയാക്കാനും സമയമെടുക്കുമെന്നാണ് കരുതുന്നത്. വിഭജികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകും. തേവലക്കര തെക്കുംഭാഗം കോയിവിള സ്വദേശിനി തട്ടാന്റെ വടക്കയിൽ അതുല്യ ഭവനത്തിൽ രാജശേഖരൻ പിള്ളയുടെയും തുളസിഭായ് പിള്ളയുടെയും മകളാണ് അതുല്യ. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അതുല്യയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്.